ഹലോ ഫ്രണ്ട്സ്. ഈ രാത്രി നമ്മുടെ ജോക്കുട്ട ആരെ വെയിറ്റ് ചെയ്ത് നിൽക്കണേന്നല്ലേ? വേറെ ആരെയല്ല, നമ്മുടെ ആമസോണിൻ്റെ ചേട്ടനെ വെയിറ്റ് ചെയ്ത് നിൽക്കട്ടെ. പക്ഷേ ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആണ്. ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിച്ച ഒരു സാധനം എനിക്ക് വാങ്ങാൻ പറ്റി. അതിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ്. വേറെ ഒന്നല്ല ഗൈസ്, ഒരു മൈക്കാണ്. ഐറ്റം കയ്യിൽ കിട്ടിയപ്പോൾ തന്നെ ജോക്കുട്ടൻ്റെ വിചാരം അത് ടോയ് എന്തെങ്കിലാന്ന്. അവൻ്റെ ടോയ്സ് എന്തെങ്കിലാന്ന് വിചാരിച്ച് പിടിയും വയലും കരച്ചിലും മേളം കഴിഞ്ഞിട്ട് എനിക്കതൊന്ന് കയ്യിൽ കിട്ടിയേ. ഞാനാണെങ്കിൽ ഇത് ഓപ്പൺ ചെയ്യേണ്ട വീഡിയോ എടുക്കാൻ വേണ്ടി എനിക്ക് അപ്പോൾ ബോക്സ് തുറക്കണ്ടെന്ന് പറഞ്ഞതിന് എൻ്റെ പൊന്നു ഫുൾ കരച്ചിലായിരുന്നു. ഒരു കണക്കിന് അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി ഒളിപ്പിച്ച് വെച്ച്. പിന്നെ അവൻ ഉറങ്ങിയതിന് ശേഷമാണ് ഞാൻ ഇതെല്ലാം എടുത്ത് ഓപ്പൺ ചെയ്ത് നോക്കണത് തന്നെ. അങ്ങനെ കാത്തിരുന്ന് നമ്മുടെ ഐറ്റം നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. രാത്രി ജോക്കുട്ടൻ ഉറങ്ങിയ സമയത്തായിരുന്നു. ഞാനത് കാരണം എൻ്റെ റൂമിൽ വേറെ സ്കെയിലല്ലാണ്ട് വേറെ ഒറ്റ ഉപകരണങ്ങൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഈ സ്കെയിൽ കൊണ്ട് വെച്ച് ഓപ്പൺ ചെയ്യണേട്ടാ. അങ്ങനെ നമ്മൾ ഓപ്പൺ ചെയ്തു. ഡിജിടെക്കിൻ്റെ ആണ്. ഡിജിടെക്കിൻ്റെ 2-in-1 വയർലെസ് മൈക്രോഫോൺ സിസ്റ്റം ആണ്. എനിക്ക് ഇതിനെക്കുറിച്ച് സത്യം പറയുകയാണെങ്കിൽ മൈക്കിനെ കുറിച്ച് വലിയ അറിവും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ആദ്യമായിട്ടാണ്. അങ്ങനെ പതുക്കെ ഇരുന്ന് ജോക്കുട്ടൻ അറിയാണ്ട് നമ്മുടെ ബോക്സ് ഒക്കെ ഓപ്പൺ ചെയ്തു. അപ്പോൾ അതിൽ 2 ബോക്സ് ആയിട്ടാണ് വരുന്നത്. ഒന്ന് ചാർജിങ് കേസും അതുപോലെ തന്നെ ഒന്ന് ഒരു ആക്സസറി ബോക്സ് ആയിട്ട്. ആദ്യത്തെ ചാർജിങ് കേസ് നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൽ 2 മൈക്ക് വരുന്നുണ്ട്, പിന്നെ ഒരു റിസീവർ വരുന്നുണ്ട്. നമ്മുടെ ഈ 2 മൈക്കിൻ്റെ സൈഡിലും ഒരു ചെറിയ ബട്ടൺ വരുന്നുണ്ട്. ഓൺ ആക്കണമെങ്കിലും ഓഫ് ആക്കണമെങ്കിലും ഒരു 3 സെക്കൻഡ് അതുമ്പോൾ ഞെക്കി പിടിച്ചാൽ മതി. ഓൺ ആക്കണമെങ്കിൽ ഒരു 3 സെക്കൻഡ് അതുമ്പോൾ ഞെക്കി പിടിക്കുമ്പോൾ ഒരു ഗ്രീൻ അല്ലെങ്കിൽ ഒരു റെഡ് ലൈറ്റ് വരും. അപ്പോൾ അത് ഓൺ ആയെന്നാണ്. അതിനുശേഷം നമുക്ക് നമ്മുടെ റിസീവർ നമ്മുടെ ഫോണായിട്ട് കണക്ട് ചെയ്യാം. കണക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതും ഒരു ഗ്രീൻ ലൈറ്റ് കത്തും. പിന്നെ നമ്മൾ മൈക്ക് കൂടെ നമുക്ക് സംസാരിക്കുന്നതെല്ലാം നമ്മുടെ ആ വീഡിയോയുടെ അതനുസരിച്ചിട്ട് വീഡിയോയിൽ റെക്കോർഡായിട്ടുണ്ടാവും. പിന്നെ ഇതിൽ നോയിസ് ക്യാൻസലേഷൻ വരുന്നുണ്ട്. നമ്മൾ മൈക്ക് ഓൺ ആക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നോയിസ് ക്യാൻസലേഷൻ്റെ ഫംഗ്ഷൻ ആക്ടിവേറ്റ് ആയിക്കോളും. അതിന് വേണ്ടി സെപ്പറേറ്റ് നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ പുറത്തൊക്കെ വെച്ച് യൂസ് ചെയ്യണതിനിടയിൽ മൈക്കിൻ്റെ ചാർജ് കഴിയുകയാണെങ്കിൽ നമ്മുടെ ചാർജിങ് കേസിൽ പവർ ഉണ്ടെങ്കിൽ നമുക്ക് ചാർജിങ് കേസിൽ വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ചാർജ് ആവും. ചാർജിങ് കേസ് ചാർജ് ചെയ്യാനായിട്ട് നമുക്കൊരു സി ടൈപ്പ് ചാർജിങ് കേബിൾ എല്ലാം വരുന്നുണ്ട് ഇതിൻ്റെ ഒപ്പം തന്നെ. അതുമാത്രമല്ല, നമുക്ക് ചാർജിങ് കേസിൻ്റെ ചാർജ് കുറയണം നമുക്ക് അറിയാനും പറ്റും. നമുക്ക് ചാർജറിൽ ഇടുമ്പോൾ തന്നെ നമുക്ക് അവിടെ എത്ര ചാർജ് ഉണ്ട് ഇതിൽ എന്നുള്ളത് നമുക്ക് കാണാനും പറ്റും. ഞാനിപ്പോൾ ഈ മൈക്ക് യൂസ് ചെയ്തിട്ട് തന്നെ ഇപ്പോൾ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കണേ. എനിക്കിത് യൂസ് ചെയ്തിട്ട് എനിക്ക് തോന്നിയത് ഈ നോയിസ് ക്യാൻസലേഷൻ ഒക്കെ ഉള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം നമ്മൾ ഫാൻ ഇട്ടാലും പുറത്തുനിന്നുള്ള സൗണ്ട് വന്നാലൊന്നും ഇതിൽ വരുന്നില്ല. പക്ഷേ ഒരു അടഞ്ഞ സൗണ്ട് പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഇത് ഞാൻ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. 2000 റേഞ്ചാണ് വരുന്നത്. അതിൻ്റെ ഇതിനുള്ള ബഡ്ജറ്റിനുള്ള ഒരു ക്വാളിറ്റിയും കാര്യങ്ങളുണ്ട്. എങ്കിലും വലിയ സൗണ്ടോ അത്രയും പെർഫെക്ഷൻ പറയാൻ പറ്റില്ല. എന്നാലും ഒരു ഡിസ്റ്റൻസ് ഒക്കെ